എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുമായിട്ട് പിണങ്ങിയിരിക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ ആ ഒരു ചിന്തകളാണ്. അതായത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളെ പറ്റിയാണ് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ഒരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരുപോലെ റെസണേറ്റ് ആവണമെന്നില്ല. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നെഗറ്റിവിറ്റി ചോദിച്ച് വാങ്ങിക്കാതിരിക്കുക തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ പലരും വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇതെൻ്റെ റീഡിംഗ് അല്ലെന്നൊക്കെ. അപ്പം എനിക്കത് 1-2 കമൻറ്റുകൾ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഇതൊരു ജനറൽലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് എപ്പോഴാണോ കാണുന്നത് അപ്പോഴേക്കും നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ, അതായത് നിങ്ങളെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് ആണ് നോക്കാൻ പോകുന്നത്. നിങ്ങളുമായിട്ട് അകന്നു നിൽക്കുന്ന നിങ്ങളുടെ ഹസ്ബൻഡ് ആകാം, നിങ്ങളുടെ വൈഫാവാം, നിങ്ങളുടെ ലവറാവാം, നിങ്ങളുടെ പാർട്ട്ണർ ആരുമാകാം. ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഇപ്പോൾ കോണ്ടാക്റ്റിലില്ല. അപ്പോൾ അവരുടെ ഈ ഒരു സമയത്ത് നിങ്ങളെപ്പറ്റിയുള്ള ചിന്തകളാണ് നമ്മൾ പ്രധാനമായിട്ടും റീഡിങ്ങിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വ്യക്തിയുടെ മുഖം വ്യക്തമായിട്ട് മനസ്സിലാലോചിച്ച് ഈ ഒരു റീഡിംഗ് കാണാൻ ശ്രമിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്താണ് അവർക്ക് ഈ ഒരു നിമിഷം നിങ്ങളോട് പറയാനുള്ളതെന്ന് നോക്കാം. കുറച്ച് കാർഡുകൾ എടുക്കാം. എന്താണ് അവർക്ക് ഈ ഒരു നിമിഷം നിങ്ങളോട് പറയാനുള്ളതെന്ന് നോക്കാം. എൻ്റേത് എഡിറ്റഡ് വേർഷൻ അല്ല വീഡിയോസ്, അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണോ വരുന്നത് അതാണ് നിങ്ങളെ ഞാൻ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് കാർഡുകൾ എടുത്ത് റീഡ് ചെയ്യാം. അതായത് ഇവിടെ എനിക്ക് മനസ്സിലാകുന്നത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ആഴത്തിലുള്ള ഒരു പ്രണയമുള്ളതായിട്ടാണ് കാണുന്നത്. ഇവിടെ അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർഡ്സാണ് വന്നിരിക്കുന്നത്. അതായത് മുൻപ് അവർക്ക് നിങ്ങളിലേക്ക്, അതായത് മുൻകാലങ്ങളിൽ അവർക്ക് നിങ്ങളെ, അതായത് നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെ കൊണ്ടുപോകണമെന്നൊക്കെയുള്ളൊരു ആശങ്ക ഈ ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ ഇപ്പോൾ അവരിതിന് റിസ്ക് എടുക്കാൻ, ഈ ഒരു ബന്ധം അടുത്തൊരു മാരേജിലേക്കൊക്കെ കൊണ്ടെത്തിക്കാനായിട്ട് മനസ്സുകൊണ്ട് തയ്യാറാകുന്ന ഒരു സിറ്റുവേഷനാണ്. അവരുടെ ഓർമ്മകളിൽ നിങ്ങൾ തന്നെയാണ് ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്. അതുപോലെ അവരുടെ ബെറ്റർ ഹാഫ് നിങ്ങളാണ്. ഒരു യിങ് യാങ് എനർജി പോലെ, ശിവശക്തി ബന്ധം പോലെ നിങ്ങളാണ് അവരുടെ യഥാർത്ഥ പാർട്ട്ണർ എന്നൊക്കെ ആ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളാണ് അവരെ പൂർണ്ണനാക്കുന്നത്, അല്ലെങ്കിൽ പൂർണ്ണയായ ഒരു സ്ത്രീ ആക്കുന്നത്, അല്ലെങ്കിൽ ഒരു പൂർണ്ണനായ പുരുഷനാക്കുന്നത് എന്നുള്ളൊരു ചിന്ത അവരിൽ ഉടലെടുക്കുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയും കാലം അവർ പേടിച്ചിരുന്നു പല കാര്യത്തിലും. അതായത് ഇതെങ്ങനെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു പേടി ആ ഒരു വ്യക്തിയിലുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പേടിയൊക്കെ അകറ്റി നിങ്ങളിലേക്കൊരു കമ്മിറ്റ്മെൻറ്റോടുകൂടി വരാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് അവരെന്ന് പറയുന്നത്. ഈ ഒരു സമയം അവർ അത്രത്തോളം ഈ ഒരു ബന്ധത്തിന് വാല്യൂ കൊടുക്കുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ കാർഡ്സാണ് തീർച്ചയായിട്ടും വന്നിരിക്കുന്നത്. അതായത് അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനം ആ ഒരു വ്യക്തി ഇപ്പോഴും കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് അവർക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്, അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും എന്താണ് അവരുടെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സത്യസന്ധമായി ആ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുണ്ടായ മുൻകാലങ്ങളിലുണ്ടായ ആ ഒരു പിണക്കങ്ങളും വഴക്കുകളും ഒക്കെ മാറ്റി നിങ്ങളിലേക്ക് വരാൻ ആ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. വളരെ ബ്യൂട്ടിഫുൾ കാർഡ്സാണ് തീർച്ചയായിട്ടും. അവർക്ക് നിങ്ങളെ വേണമെന്നുണ്ട് അവരുടെ ജീവിതത്തിലേക്ക്. അവർക്കിപ്പോൾ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ സ്വന്തമാക്കാൻ അവർക്ക് സാധിക്കുമെന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് ആ ഒരു വ്യക്തിക്ക് നിലവിൽ ലഭിച്ചിട്ടുള്ളതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ അവരെ പല രീതിയിൽ ഈ ഒരു ബന്ധത്തെപ്പറ്റി ആലോചിക്കുമ്പോഴൊക്കെ അവർക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് വരുന്ന കാര്യം. നിങ്ങളാണ് അവരുടെ ബെസ്റ്റ് പാർട്ടെന്ന് അവർ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ആഴത്തിലുള്ളൊരു ബന്ധമാണ്. അവരിപ്പോഴും നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടാണ് ഈ ഒരു സമയത്തും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ഈ ഒരു നോ കോണ്ടാക്ട് അവസ്ഥ വേണ്ടി വന്ന് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാൻ അവരുടെ ബെറ്റർ പാർട്ട്, അല്ലെങ്കിൽ ബെറ്റർ ഹാഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായും അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് തീരുമാനമെടുത്തു കഴിഞ്ഞു എന്ന് തന്നെയാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. എന്തെങ്കിലും
അതായത് നിങ്ങളിലേക്ക് വരാനുള്ള വഴികളൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. എന്തെങ്കിലും തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ മാറ്റി നിങ്ങളിലേക്ക് ഒരു സ്റ്റേബിൾ കമ്മിറ്റ്മെൻറ്റോട് കൂടി വരണമെന്ന് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോഴത്തെ ഈ ഒരു കാർഡുകളെല്ലാം സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് കാർഡുകളും കൂടി എടുക്കാം. ഇതൊരു ക്ലാരിറ്റി വേണമെന്നുകൊണ്ട് നമുക്ക് കുറച്ച് കാർഡുകളും കൂടി എടുക്കാം. എന്താണ് അവർ ഈ ഒരു സമയത്ത് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ കാർഡുകളൊക്കെ പർപ്പസ്ഫുള്ളി എടുത്ത് വെക്കുന്നതല്ല. തീർച്ചയായിട്ടും ഈ ഒരു കാർഡുകളൊക്കെ എന്ന് പറഞ്ഞാൽ യാദൃശ്ചികമായിട്ട് വരുന്ന കാർഡുകളാണ്. ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ഒരു റീഡിങ്. ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ടൊരു മാരേജാണ് അവർ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ അവരൊരു മാരേജിന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ആശയക്കുഴപ്പങ്ങളൊക്കെ മാറി ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. അവർക്ക് നിങ്ങളോട് ആഴത്തിലുള്ള പ്രണയമാണ് ഇപ്പോഴുള്ളത്. വളരെ അവർ ഒരു സത്യസന്ധമായിട്ടാണ് ഒരു തീരുമാനം. അതായത് ഈ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥയാണെങ്കിൽ പോലും അവർക്ക് നിങ്ങളോട് ഇപ്പോഴും ഒരു ആഴത്തിലുള്ള ഒരു ബന്ധമാണ്. ഇതൊരു ഫാമിലി പോലെ കൊണ്ടുപോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ് ഈ ഒരു നിമിഷം. അവരുടെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹം മാത്രമാണ്. കുറ്റബോധമുണ്ട്. അതാണ് 5 ഓഫ് പെൻറ്റക്കിൾ. അതായത് ആ ഒരു 5 ഓഫ് പെൻറ്റക്കിൾ സൂചിപ്പിക്കുന്നത് തന്നെ, അതായത് അവർക്കൊരു പേടിയുണ്ട്, ഒരു ആശങ്കയുള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് ഒരു ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ സ്വീകരിക്കും, ഇത് വർഷങ്ങളായിട്ട് നിങ്ങളെ ഇട്ടിട്ട് പോയൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി കുറച്ച് ഈഗോ ഉള്ള ഒരു വ്യക്തിയാണ്. എംപറർ കാർഡും അതാണ്, ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. ആ ഒരു ഈഗോ ഒക്കെ മാറ്റി നിർത്തി അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് തയ്യാറാകുന്നത്. ഇവിടെ ഒരു ഹെറഫൻ്റ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി മാനസികമായിട്ട് നിങ്ങളിലേക്ക് വരാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു എന്ന് തന്നെയാണ്. വളരെ പെട്ടെന്ന് തന്നെ അവരൊരു ആശയക്കുഴപ്പങ്ങൾ നീങ്ങി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു 2 വീക്സിനുള്ളിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ തമ്മിൽ എത്ര നോ കോണ്ടാക്റ്റ് ആണെങ്കിലും ലവേഴ്സ് കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ആഴത്തിലുള്ള ഒരു പ്രണയത്തെ സൂചിപ്പിക്കുന്ന കാർഡാണ്. നിങ്ങളോട് ചെയ്തു പോയ കാര്യങ്ങൾ ഓർത്ത് അവർക്കൊരു പശ്ചാത്താപം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾ വന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർക്കൊരു ആശങ്കയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ വ്യക്തികളായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അവർക്കൊരു കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് റിഗ്രറ്റ് ഫീൽ ചെയ്യുന്ന ഒരു നിമിഷമാണ്. അതുപോലെ ലവേഴ്സ് കാർഡ് വന്നതുകൊണ്ട് തന്നെ ഇതൊരു സോൾമേറ്റ് കണക്ഷൻ പോലെയുള്ള ഒരു ബന്ധമാണ്. തീർച്ചയായിട്ടും അത്രത്തോളം ഒരു ആഴത്തിൽ, അതായത് സംസാരിച്ചില്ലെങ്കിലും നിങ്ങൾ തമ്മിൽ ഇപ്പോഴും മനസ്സുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധം അത്രത്തോളം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബന്ധമാണ്. അതായത് ഈ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥയിൽ അവർ ശരിക്കും നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ ആരായിരുന്നു അവരുടെ ലൈഫിൽ നിന്ന്, നിങ്ങൾ ആരായിരുന്നുവെന്നും എന്തായിരുന്നുവെന്നും അവർ തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ്. അത്രത്തോളം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാർഡ്സുകളൊക്കെയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായും ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിനെയൊക്കെ മാറ്റി ആ ഒരു വ്യക്തി ഒരു സ്റ്റേബിൾ കമ്മിറ്റ്മെൻറ്റോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരും. ഒരു നല്ലൊരു ബന്ധമായിട്ട് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. മുൻകാലങ്ങളിലുണ്ടായ കല്ലുകടികൾ അവസാനിപ്പിച്ച്, അതായത് നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്ത ഒരു വ്യക്തിയൊക്കെ സൂചിപ്പിക്കുന്ന കാർഡുകളാണ്. നിങ്ങളോട് ചെയ്യാത്തൊരു തെറ്റുകളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു വേറെ ബന്ധത്തിലേക്ക് പോയതായിരിക്കാം, നിങ്ങളിൽ നിന്ന് പലതും മറച്ചു വെച്ചതായിരിക്കാം. ഇതൊക്കെ അവരെ വേദനിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതായത് നിങ്ങൾക്ക് പകരമാവാൻ ആർക്കും ആവില്ല എന്നവർ തിരിച്ചറിയുന്നുണ്ട് ഈ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥയിൽ. ആദ്യം എടുത്ത കാർഡുകളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്തും അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവരൊരു ദൃഢനിശ്ചയമെടുത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവർ തിരികെ വരും. അവർക്ക് നിങ്ങളോടുള്ള ആഴത്തിലുള്ള ഒരു പ്രണയമാണെന്ന് സൂചിപ്പിക്കുന്ന കാർഡാണ് നൈറ്റ് ഓഫ് കപ്സും ലവേഴ്സും സൂചിപ്പിക്കുന്നത്. അവരുടെ ഈഗോയൊക്കെ മാറ്റിവെച്ച് ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു തീരുമാനത്തോടു കൂടിയായിരിക്കും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത്. പഴയ കാര്യങ്ങളൊന്നും ആവർത്തിക്കാതെ ഒരു നല്ലൊരു വ്യക്തിയായിട്ട് നിങ്ങളായിട്ട് തന്നെ ഉൾക്കൊള്ളാൻ പാകപ്പെടുത്തിയ ഒരു മനസ്സുമായിട്ടായിരിക്കും ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നത്.
എത്രയും പെട്ടെന്ന് ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരും എന്നാണ് ഇവിടെ കാർഡുകൾ പറയുന്നത്. വളരെ മനോഹരമായൊരു ബന്ധം, ഒരു റീഡിംഗ് ആയിരുന്നു തീർച്ചയായും. ആശയക്കുഴപ്പങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ മാറ്റിവെച്ച് അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അവർ തീർച്ചയായിട്ടും നിങ്ങളെ ഇട്ടെറിഞ്ഞു പോയൊരു വ്യക്തിയാണെങ്കിൽ അവർക്കിപ്പോൾ ഭയങ്കര കുറ്റബോധമുണ്ട്. അതായത് നിങ്ങളോട് ചെയ്തതോർത്ത് അവർക്ക് ഭയങ്കര റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ജീവിതത്തിൽ അവർ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു സമയമാണ് നിങ്ങളില്ലാത്ത സമയം. കാര്യം നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹം അവർക്കൊന്നും എവിടെ നിന്നും കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ളൊരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഈ ഒരു നോ കോണ്ടാക്റ്റ് വേണ്ടി വന്നു എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള കാർഡുകളാണ് ഇവിടെയും വന്നത്. അപ്പോൾ എൻ്റെ റീഡിംഗ് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ റീഡിംഗ് കൊണ്ട് കുറച്ച് പേരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെയൊക്കെ നേരിൽ കാണാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങളുടെ മെസ്സേജുകളിൽ കൂടെ എനിക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങളെ ഓരോരുത്തരെയും എനിക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ജീവിതത്തിൽ നിങ്ങൾക്ക് വാല്യൂ ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങളുടെ സെൽഫ് ലവിനും നിങ്ങൾക്ക് പ്രാധാന്യം നൽകി നിങ്ങൾ മുന്നോട്ട് പോവേണ്ട ഒരു സമയമാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു വ്യക്തി മടങ്ങി വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെയും കൂട്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഉണ്ട്, അതും കൂടെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് നമുക്ക് ഒരു ഹരേ കൃഷ്ണ ചാനലിൽ വീണ്ടും കണ്ടുമുട്ടാം എന്നുള്ളൊരു പ്രതീക്ഷയോടെ ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് വരാം. ഓക്കെ.